ആദിവാസി വയോധികയുടെ മൃതദേഹം കോളനിയിൽ നിന്ന് ശ്മശാനത്തിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യം ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ്. എടവക പഞ്ചായത്തിലെ വീട്ടിച്ചാൽ 4 സെന്റ് കോളനിയിലാണ് ഞാനിപ്പോഴുള്ളത്. എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ഇന്നലെ ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടത്തിയ ചുണ്ടമ്മയുടെ പേരക്കുട്ടി ബാബു നമ്മളോടൊപ്പമുണ്ട്. ഇത്ര സമയം നിങ്ങൾ കാത്തു നിന്നു, എന്താ സംഭവിച്ചത്? മിനിഞ്ഞാന്നായിരുന്നല്ലോ മരണം. ഞായറാഴ്ച രാത്രിയായിരുന്നു മരണം. ഒരു 7:45-8 മണിയോടെയാണ് മരണം സംഭവിച്ചത്. നേരം വെളുപ്പിന് തന്നെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറേയും പിന്നെ പ്രൊമോട്ടറെയൊക്കെ വിളിച്ചറിയിച്ചു. പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് പോയി എന്നല്ലാണ്ട് ഇത് പിന്നെ കാര്യങ്ങളും ചെയ്യാനൊന്നും അവർ നിന്നില്ല. കാരണം പ്രൊമോട്ടറൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ചിന്തിച്ച് അതിനുവേണ്ടി പിന്നെ നിയമിച്ചിരിക്കുകയാണ്. സർക്കാർ നിയമിച്ചൊരു ആളാണ്. അപ്പോൾ അത് ചടങ്ങ് തീരുന്നവരൊക്കെ മൂപ്പര് മരിപ്പിൻ്റെ ആണെങ്കിലും വന്ന് നിൽക്കേണ്ടതാണ്. പക്ഷെ മൂപ്പര് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോയി എന്നല്ലാണ്ട് പിന്നെ ആംബുലൻസ് വിട്ടുതരാം, 2 വണ്ടിയുണ്ട്, ഒരു വണ്ടി കോഴിക്കോടാണ്, ഒരു വണ്ടി തിരുനെല്ലിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എത്ര മണിവരെ നിങ്ങൾ ആംബുലൻസിനെ കാത്തു? ഇവിടെ ഞങ്ങൾ 3:30, 3:45, 4 മണി വരെ കാത്തു. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ബോഡി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. എത്ര ദൂരമുണ്ട് ശ്മശാനത്തിലേക്ക്? ഇവിടുന്ന് ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ദൂരം. അവസാനം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നു. അവസാനം ഓട്ടോറിക്ഷ കൊണ്ടുകൊണ്ടുവന്നു. ഒരു മെമ്പറോ അല്ലെങ്കിൽ പിന്നെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രൊമോട്ടറോ ആരും ഇതുവരെയായിട്ടും വന്നില്ല മരിപ്പടക്കുന്നവരെ. ഇതാണ് സംഭവിച്ചത്. ബാബു വിശദീകരിച്ചതുപോലെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രൊമോട്ടർ മഹേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ട്രൈബൽ വകുപ്പ്. പക്ഷേ ട്രൈബൽ വകുപ്പിൻ്റെ 2 ആംബുലൻസുകൾക്ക് പുറമെ ഇടവക ഗ്രാമപഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള 2 ആംബുലൻസുകൾ കൂടി ഉള്ളതായി പറയുന്നുണ്ട്. അതായത് പാലിയേറ്റീവ് കെയറിൻ്റെ ആംബുലൻസ് ഉണ്ട്, മറ്റൊന്ന് ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഉണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഈ തരത്തിൽ അനാസ്ഥ ഉണ്ടായി എന്ന ഇവിടെ പൊതുപ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ സ്ഥലത്തുണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ പല ഭാഗത്തു നിന്ന് എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായതായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു ദിവസത്തോളം മൃതദേഹവുമായി ഈ വീട്ടിൽ ഇവർ കാത്തിരുന്നു ഒരു ആംബുലൻസ് ലഭിക്കാൻ വേണ്ടി. അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇന്നലെ ഈ ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി ആ മൃതദേഹം 4 കിലോമീറ്റർ അകലെയുള്ള ശ്മശാനത്തിൽ കൊണ്ട് സംസ്കരിച്ചത്. ഇന്നലെ ആ ദൃശ്യം നമ്മളെല്ലാവരും വീണ്ടും ഇപ്പോൾ ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.